first problem. Consider the following circuit. So in inverting terminal, we are given V minus as the input, and in non-inverting terminal, we are given V plus as the input. Okay. Then the question: what is the value of R? Value of R in the circuit if the voltage V minus and V plus are to be amplified by the same amplification factor. Amplification factor. Okay, this is the question. You have to find out the value of R in the circuit if the voltage V plus and V minus are to be amplified by the same amplification factor. Okay, so ഈ സർക്യൂട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ സർക്യൂട്ടിൽ വി പ്ലസും വി മൈനസും സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഈ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് പ്രീവിയസ് ഇയർ പ്രോബ്ലംസിൽ ഈ ഗേറ്റിൻ്റെ ജാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്കറിയാം ഈ പ്രോബ്ലം എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. വി പ്ലസ് ആംപ്ലിഫൈ ചെയ്യുന്നതിനും വി പ്ലസും വി മൈനസും സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യണം. നമുക്ക് വി മൈനസ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നോക്കണമെങ്കിൽ വി പ്ലസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ വി മൈനസിൻ്റെ മാത്രമുള്ള ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കിട്ടും. അതുപോലെ തന്നെ വി പ്ലസിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കിട്ടണമെങ്കിൽ വി മൈനസ് ഗ്രൗണ്ട് ചെയ്യുക, നമുക്ക് വി പ്ലസിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കിട്ടും. അത് രണ്ട് സെയിം ആണെന്നാണ് പറയുന്നത്. അത് രണ്ട് സെയിം ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കണം എന്നാണ് പറയുന്നത്. ആ രണ്ട് വാല്യൂ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ സെയിം ആവണമെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം വി മൈനസിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എടുക്കുകയാണ്. ഓക്കെ, സോ amplification factor of V minus. Okay, V minusന്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എടുക്കുമ്പോൾ വി പ്ലസ് ഞാൻ ഗ്രൗണ്ട് ചെയ്യുകയാണ്. അപ്പോൾ വി മൈനസിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്താണ്? മൈനസ് ആർ എഫ് ബൈ ആർ വൺ ആണ്. ബിക്കോസ് ഇത് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഈ സിഗ്നൽ മൊത്തം 0 ആണ് അല്ലേ. ഈ സിഗ്നൽ 0 ആകുമ്പോൾ ഇതൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ പോലെയാണ് ആക്ട് ചെയ്യുക. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ആർ എഫ് ബൈ ആർ വൺ ആണ്. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ ഗെയിൻ ഓഫ് ദാറ്റ് വൺ? ഈസ് ഐ ജസ്റ്റ് റെപ്രസെൻറ്റഡ് ആസ് ഇ വി മൈനസ് ഈസ് 22 divided by 10 is the amplification factor of V minus. ഇൻവെർട്ടിംഗ് ടെർമിനുള്ള, കാരണം നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഇനി ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ഉള്ള ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്തായിരിക്കും എന്നാണ് ഞാൻ നോക്കുന്നത്. സോ ദ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ
factor of V plus. V plus in amplification factor എന്തായിരിക്കും? ഇത് ഗ്രൗണ്ട് ചെയ്തു. ഇത് ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന വോൾട്ടേജിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. ഇവിടെ വരുന്ന വോൾട്ടേജ് എന്താണ്? ഈ വോൾട്ടേജിനെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, ഈ വരുന്ന വോൾട്ടേജിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ് ഇത്. അപ്പം ശരിക്കും ഇവിടെ വരുന്ന സിഗ്നൽ എന്താണോ അതിനെ എങ്ങനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്? 1 + RF/R1 എന്ന ഫാക്ടർ വെച്ചിട്ടാണ് ആംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 1 + RF/R1 ആണ്. അത് ഇവിടെ വരുന്ന വോൾട്ടേജിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. ഈ വോൾട്ടേജിനെ അല്ല, ഇവിടെ വരുന്ന വോൾട്ടേജിന്. അപ്പോൾ ഇവിടെ വരുന്ന വോൾട്ടേജ് എന്താണ്? V plus × R ഡിവൈഡഡ് ബൈ R + 15K അല്ലേ? അപ്പം അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്താണ്? V plus R ഡിവൈഡഡ് ബൈ R + 15 into 1 plus 22/10. Hope you clear this idea. ഈ ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് അത് 1 + RF/R1 ആയത്? ഇവിടെ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സിഗ്നൽ ഒന്നുമില്ല. സോ ദിസ് 1 × RF/R1 ആണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇവിടെ സിഗ്നൽ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന സിഗ്നലാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. ഇവിടെ വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മളൊരു റെസിസ്റ്റീവ് നെറ്റ്വർക്ക് കൊടുത്തിട്ടുണ്ട്. R ഡിവൈഡഡ് ബൈ R + 15 ആണ് ഇവിടെ വരുന്ന വോൾട്ടേജ്. × 1 + RF/R1 ആണ് ഇതിൻ്റെ ഗെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലേ? V plus × R ഡിവൈഡഡ് ബൈ R + 15 × 1 + RF/R1 = V0. സോ V0/V എന്ന് പറയുന്നത് ആണ് അതിൻ്റെ ഗെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. ദാറ്റ് വാല്യൂ ഈസ് ദിസ് വൺ, R ഡിവൈഡഡ് ബൈ R + 15K × 1 + 22/10. സോ ദീസ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ സെയിം ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സോ ദ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ of V plus and V minus are same. So from that we can say that R + 15K × 1 + 22 divided by 10 is equal to 22 divided by 10. This is the amplification factor of V minus. This is the amplification factor of V plus. Okay. Hope you clear this one. So from that you will get you will cross multiply and you will get 32R is equal to 22R plus 330K. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷനാണ് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഫ്രം ദാറ്റ് 10R ഈസ് ഈക്വൽ ടു 330K. From that R is equal to 33. Okay. So when the R value is 33K, the amplification factor of V plus and V minus will be same. If the R value is 33K, the V plus and V minus shall be amplified by the same amplification factor. Hope you clear this idea. ഇത് വെച്ചിട്ടുള്ള ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് 1-2 പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് പോലെ തരാം. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, hope you clear this problem. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതിയാണ് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകുന്നത്. ഓക്കെ, so we can do the second problem.
is Vin R V0 taken from this minus plus, and this one is ground. This is diode D2, diode D1. Okay, so this is a network, and here we have an inverting amplifier type signal, because we are applying signal to the inverting terminal, non-inverting terminal is grounded, and we have two diode network. And diode ulla network aanullathu. Question: what is the function of D2 in this circuit? ഈ സർക്യൂട്ടിൽ D2 ന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. Okay, so there is option to avoid saturation of op-amp. op-ampന്റെ സാച്ചുറേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് provide negative feedback when input is negative. C, reduce reverse breakdown voltage of D1 as a buffer. Okay, ഇതിനകത്ത് എന്താണ് ഫംഗ്ഷൻ ഓഫ് D2 എന്നാണ് ചോദിക്കുന്നത്. ഈ D2 ഡയോഡിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത് ഈ സർക്യൂട്ടിനകത്ത്. ഓക്കെ, ഓപ്ഷൻ ഉണ്ട്. അവോയ്ഡ് സാച്ചുറേഷൻ ഓഫ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ സാച്ചുറേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പ്രൊവൈഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് വെൻ ദി ഇൻപുട്ട് ഈസ് നെഗറ്റീവ്. ഇൻപുട്ട് നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. റെഡ്യൂസ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. D1ൻ്റെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ആൻഡ് D2 as ബഫർ ആയിട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ പ്രോബ്ലത്തിനകത്ത് നമ്മൾ വീൻ എന്ന് പറഞ്ഞാൽ ഈ കൺസിഡർ ഇവിടെ നെഗറ്റീവ് സിഗ്നലിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സൈനസോയിഡൽ സിഗ്നൽ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഉള്ള ഒരു സിഗ്നലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇനീഷ്യലി ഒരു പോസിറ്റീവ് സിഗ്നൽ ആണെങ്കിൽ എന്തായിരിക്കും ഈ D2 എന്തായിരിക്കും, D1 എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇനീഷ്യലി when the input is positive, input positive ആണെങ്കിൽ what will be the output of the operation amplifier? എന്തായിരിക്കും ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട്? നെഗറ്റീവ് ആയിരിക്കും അല്ലേ? ഇൻപുട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് നെഗറ്റീവ് ആണ്, ബിക്കോസ് ദിസ് ഓപ്പറേഷൻ ആംപ്ലിഫയർ ഇസ് ആക്ടിങ് ആസ് ആൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഒരു പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. സോ ജസ്റ്റ് ഞാൻ എഴുതാം, ചിലപ്പോൾ പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാവില്ല. when input is positive, output of op-amp is negative. Okay, so inverting amplifier is there. Then what is D2? What will be D2? D2 is act as short, because here it is negative, so D2 is in forward bias. D1 is in negative bias, because it is negative is given to the negative of D2, and negative is given to the positive of D1, so D1 is a reverse bias and D2 is forward bias. So D2 is forward bias, hence D2 is short, and D1 is reverse bias. അപ്പോൾ D1 എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും.
So D1 is open and D2 is short. D2 is short. So at that time D2 ഷോർട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇത് ഓൾമോസ്റ്റ് ഒരു വോൾട്ടേജ് ഫോളോവർ പോലെയായിരിക്കും വർക്ക് ചെയ്യുക അല്ലേ. വാട്ട് എവർ ദ ഇൻപുട്ട് ദാറ്റ് വിൽ ബി ഫോളോ അറ്റ് ദി ഓപ്പറേഷൻ ആംപ്ലിഫയർ ഫോളോ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഇനി എന്താണ് നെഗറ്റീവ് സൈക്കിളിൽ സംഭവിക്കുക? When input is negative, the output is positive. When our output is positive, D2 is open circuit, D1 is closed circuit, so it will be act as a amplifier. It will simply act as an amplifier. Okay, so what will be the function of D2? ഈ D2 ഇവിടെ ഇല്ല, D2 ഇവിടെ ഓപ്പൺ സർക്യൂട്ട്, D2 എന്ന് പറഞ്ഞ സർക്യൂട്ടേ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക, അത് ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇഫ് D2 is not there, what will happen? When it is in positive, here it is negative. When it is negative, D1 is act as a open circuit, so there will be no connection between input and output. ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് ഇല്ല അല്ലേ, ഫീഡ്ബാക്ക് സർക്യൂട്ട് സീറോ ആണ്. വെൻ ദ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഈസ് സീറോ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? ഔട്ട്പുട്ട് വിൽ ഗോസ് ടു സാച്ചുറേഷൻ. ദിസ് ഔട്ട്പുട്ട് ഓഫ് ഓപ്പറേഷൻ ആംപ്ലിഫയർ, ദിസ് ഇസ് ദ ഔട്ട്പുട്ട് ഓഫ് ഓപ്പറേഷൻ ആംപ്ലിഫയർ, സീറോ op amp, this goes to saturation. അല്ലേ, സാച്ചുറേഷനിലേക്ക് പോകും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഈ ഡയോഡ് D2 ഉപയോഗിക്കുന്നത്? ടു അവോയ്ഡ് സാച്ചുറേഷൻ ഓഫ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. സോ ദിസ് ഈസ് ദ ഓപ്ഷൻ ടു അവോയ്ഡ് സാച്ചുറേഷൻ ഓഫ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. കാരണം D2 ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ ഇവിടെ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. കാരണം D1 എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയാസിലാവും, ഇവിടെ പോസിറ്റീവ് ആകുമ്പോൾ. D1 എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയാസിലാവുമ്പോൾ ഇറ്റ് വിൽ ബി ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഈസ് നോ ഫീഡ്ബാക്ക് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇഫ് ദർ ഈസ് നോ ഫീഡ്ബാക്ക് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, the operation amplifier will goes to saturation. Either it will goes to positive saturation or negative saturation depending upon the input voltage. If input voltage is positive, it will goes to negative saturation. If the input voltage is negative, it will goes to positive saturation. അപ്പോൾ ഈ ഡയോഡ് ഇല്ലായിരുന്നു എങ്കിൽ ഇത് സാച്ചുറേഷനിലേക്ക് പോയേനെ. ഓക്കെ, when it is in positive cycle. When it is in a negative cycle, what will happen? Negative cycle ഇവിടെ പോസിറ്റീവ് ആണ്, so D2 will be act as open circuit, D1 is closed circuit, so it will be act as a amplifier. അപ്പോൾ D2ൻ്റെ ഫംഗ്ഷൻ ഇല്ല. നെഗറ്റീവ് സൈക്കിളിൽ D2ൻ്റെ ഫംഗ്ഷൻ ഇല്ല. പോസിറ്റീവ് സൈക്കിളിൽ D2 ഇല്ലായിരുന്നു എങ്കിൽ ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ സാച്ചുറേഷനിലേക്ക് പോയേനെ. സോ to avoid the saturation of operation amplifier, we are using D2 in this circuit. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലായോ എന്നുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു ഇത്. Hope you understand this problem. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഇതുപോലെ തന്നെ ഇതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് ആണ് അതൊക്കെ. ഓക്കെ, നമ്മളതുപോലെ തന്നെ നമ്മൾ ഫിൽറ്റർ പറഞ്ഞു കഴിഞ്ഞപ്പം, നമ്മൾ ഫിൽറ്റർ സർക്യൂട്ടുകൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പം എല്ലാം തന്നെ നോൺ ഇൻവേർട്ടിംഗ് ഫിൽറ്ററുകളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നോൺ ഇൻവേർട്ടിംഗ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു RC ഫിൽറ്റർ സർക്യൂട്ട് ഉണ്ടാവും, ഒരു ആംപ്ലിഫയർ ഉണ്ടാവും. ലൈക്ക് ഞാനിപ്പം ഒരു നോൺ ഇൻവേർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ ആണെന്ന് വിചാരിക്കുക. അതെങ്ങനെയാണ് വരയ്ക്കുക? ഒരു ഞാൻ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് സിഗ്നൽ കൊടുക്കുക. ദാറ്റ് മീൻസ് വി ഹാവ് എൻ RC സർക്യൂട്ട്. ഇനീഷ്യലി ലോ പാസ് ഫിൽറ്റർ ഉണ്ട്. RC, this is my Vin. Positive, negative.
This is simply my amplifier circuit, isn't it? With gain RF by R1. This is my amplifier circuit. This is my filter circuit. ഇതാണ് ഒരു സിമ്പിൾ ഒരു സ്റ്റേജുള്ള ഒരു ലോ പാസ് ഫിൽട്ടർ, ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ ഞാൻ വരച്ചത്. ഓക്കെ, ഇനി ഞാൻ ഇപ്പം ഇത് ഇൻവെർട്ടിംഗ് ടൈപ്പ് നോൺ ഇൻവെർട്ടിംഗ് ടൈപ്പ് ലോ പാസ് ഫിൽട്ടർ ആണ്. ഇനി ഇൻവെർട്ടിംഗ് ടൈപ്പ് ലോ പാസ് ഫിൽട്ടർ കൂടിയുണ്ട്, ഞാൻ ക്ലാസ്സിൽ പറയാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ ഇൻവെർട്ടിംഗ് ടൈപ്പ് ലോ പാസ് ഫിൽട്ടർ എങ്ങനെയായിരിക്കും? LPF ഞാൻ ഇൻവെർട്ടിംഗ് ടെർമിനലായിരിക്കും സിഗ്നൽ കൊടുക്കുന്നത്, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. സോ ഹൗ മൈ സർക്യൂട്ട് ലുക്ക് ലൈക്ക്? So this is negative and positive terminal is grounded, and we are applying signal to this negative terminal. So this is V in, this is my R1, this is my output voltage. This is my inverting low pass filter. ഇതിങ്ങനെ ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽട്ടർ ആയിട്ട് ആക്ട് ചെയ്യാം. ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽട്ടർ ആയിട്ട് ആക്ട് ചെയ്യാം. ഈ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഗെയിൻ വിൽ ബി ദിസ് റെസിസ്റ്റൻസ് ബൈ ദിസ് റെസിസ്റ്റൻസ്. ഞാൻ ഇതിൻ്റെ ഗെയിൻ മോഡുലസ് ഓഫ് ഗെയിൻ മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഇൻവെർട്ടിംഗ് ലോ പാസ് ആയ കാരണം ദർ വിൽ ബി എ നെഗറ്റീവ് സൈൻ ഉണ്ടാവും. അത് അതിൻ്റെ ഫേസ് ചേഞ്ചിനെ കാണിക്കുന്നതാണ്. അത് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ എന്ന് പറയുന്നത് കൺസിഡർ XC. XC is the reactance offered by the capacitor. So XC parallel R divided by R1 ആണ് ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്, അല്ലേ? ഇതിൻ്റെ എഫക്റ്റീവ്, ഈ ഫീഡ്ബാക്കിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XC പാരലൽ R ആണ്. ഇപ്പം ഈ XCയുടെ സ്ഥാനത്ത് ഒരു റെസിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ R1 എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ R2 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണെങ്കിൽ R2 പാരലൽ R എന്ന് വന്നേനെ. ദാറ്റ് ഈസ് R2R ഡിവൈഡഡ് ബൈ R2 പ്ലസ് R എന്ന് വന്നേനെ. ഇവിടെ XC ആയ കാരണം XC ഡിവൈഡഡ് ബൈ XC പാരലൽ R ഡിവൈഡഡ് ബൈ R1 ആണ് അതിൻ്റെ ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത്. ഇത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XC വില്ല് റെഡ്യൂസ്. XC റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിൻ വിൽ ബി റെഡ്യൂസ്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ലോ പാസ് ഫിൽട്ടർ. ഹൈ ഫ്രീക്വൻസി കൂടുമ്പോൾ ഗെയിൻ കുറയും. അങ്ങനത്തെ നെറ്റ്വർക്കാണ് ഈ നെറ്റ്വർക്ക്, അല്ല? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയും. കാരണം എന്താ, ഒരു എഫക്റ്റീവ് ഇതിൻ്റെ എൻ്റയർ നെറ്റ്വർക്ക് കുറയും. നിങ്ങൾക്കത് കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇപ്പം എൻ്റെ ഈ R എന്ന് പറയുന്നത് ഒരു 10K ആണെന്ന് വിചാരിക്കാം. എൻ്റെ ഹൈ ഫ്രീക്വൻസിയിൽ XCയുടെ വാല്യൂ എന്ന് പറയുന്നത് 100 ഓം ആണെന്ന് വിചാരിക്കുക. വളരെ ചെറിയ റെസിസ്റ്റൻസ് ഹൈ ഫ്രീക്വൻസിയിൽ. ഇപ്പം ഒരു ഈവൻ 10 MHz എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയിൽ എൻ്റെ XC എന്ന് പറയുന്നത് 100 ഓം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 100 ഓമേ കിട്ടത്തുള്ളൂ. ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആയിരിക്കും പാരലൽ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഗെയിൻ വിൽ ബി വെരി മച്ച് ലെസ്സർ. ഫോർ ലോ ഫ്രീക്വൻസിയിലെ XC എന്ന് പറയുന്നത് ഒരു വളരെ ഹൈ വാല്യൂ ആണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഈ R എത്രയാണ് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഏറ്റവും, അപ്പം XCയുടെ വാല്യൂവിനേക്കാളും കൂടുതലാവും ഈ R-ൻ്റെ വാല്യൂ. അപ്പോൾ ഏകദേശം ഈ R-ൻ്റെ വാല്യൂവിൻ്റെ ആയിരിക്കും ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് ദിസ് സർക്യൂട്ട് വിൽ ബി ആക്ട് ആസ് എ ലോ പാസ് ഫിൽട്ടർ ആയിട്ട് ഇത് ആക്ട് ചെയ്യും. ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് will be 1/2π RCA. The cutoff frequency. So this cutoff frequency depending upon the value of R and C. Okay. So we clear this one, how this circuit inverting low pass will be act as a
ലോ പാസ് ഫിൽട്ടർ ആയിട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്, ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഒക്കെ ചോദിച്ചുകൊണ്ട്. ഇതിൻ്റെ ആണെങ്കിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി നിങ്ങൾക്ക് സിമ്പിളായിട്ട് 1/2πRC എന്നറിയാം. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ എപ്പോഴും ഡൗട്ട് വരുന്നതാണ് 1/2πRC എടുക്കുമ്പം ഈ സിയും ഈ റെസിസ്റ്റൻസും ആണോ എടുക്കുന്നത് എന്നൊരു പ്രശ്നം എപ്പോഴും എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്. സോ ഡോണ്ട് ബി കൺഫ്യൂസ്. 1/2πRC എടുക്കുമ്പം കട്ട് ഓഫ് ഫ്രീക്വൻസി വിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് കപ്പാസിറ്റർ വാല്യൂ ആൻഡ് ദിസ് റെസിസ്റ്റൻസ് വാല്യൂ. ഓക്കെ. സോ അതുപോലെ തന്നെ ഹൈ പാസ് ഫിൽട്ടർ എടുക്കുമ്പോൾ ഇങ്ങനെ വരും. സോ ഇൻ ദ കേസ് ഓഫ് ഹൈ പാസ് ഫിൽട്ടർ, നോൺ ഇൻവേർട്ടിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈ പാസ് ഫിൽട്ടർ നിങ്ങൾക്കറിയാം എങ്ങനെ വരും എന്നുള്ളത്. ജസ്റ്റ് പോസിറ്റീവ് this RC network will be act as a high pass filter. This is my Vin, and here I have an amplifier, simple amplifier circuit with gain RF/R1. So this is an amplifier circuit, this is the filter circuit, a high pass filter, non-inverting high pass filter, and inverting high pass filter. How will look like? Positive terminal is grounded, and in negative terminal we are applying this one. Okay. Here it is a high pass filter. How it is? It will be act as a high pass filter. Here the effective resistance R1 ine എനിക്ക് R plus X എന്ന് എഴുതാൻ പറ്റും. RF is RF തന്നെ. This is feedback resistance. This is what is the entire gain? Entire gain will be, modulus of gain will be RF divided by R1. Is the gain of the entire circuit. Okay. So whenever the frequency increases, Xc will reduces. Whenever the Xc reduces, what will happen? R1 will be reduces, because R1 എന്ന് പറഞ്ഞാൽ R plus Xc ആണ്. Whenever R1 reduces, gain will be increases, because R1 denominatorലാണ് വരുന്നത്. So when frequency increases, gain is also increases. So this type of circuit will be act as a high pass filter. Okay. Hope you clear this one also. And also the cutoff frequency Fc is equal to 1/2πRC. Here it is R and C. You don't consider this feedback resistance. The cutoff frequency depending upon this RC value. Here the cutoff frequency will depending upon this RC value. Okay. അപ്പോൾ കട്ട് ഓഫ് ഫ്രീക്വൻസി മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ കട്ട് ഓഫ് ഫ്രീക്വൻസി ചോദിക്കുമ്പോൾ നിങ്ങൾ don't be confused with this resistance, and here don't be confused with the feedback resistance. Okay. So this is about the inverting inverting type of low pass filter and high pass filter. Okay. So നമുക്ക് പ്രീവിയസ് ഇയർ 1-2 പ്രോബ്ലംസ് കൂടി നോക്കാം. ഞാൻ ഫസ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞ ടൈപ്പ് ഒരു പ്രോബ്ലം ആണ് ഇത്. സോ 3 find the value of R4 such that
V0 is equal to V2 divided by 3 minus 2V1. Okay. So the output voltage should be V2 divided by 3 minus 2V1. So you have to find out the value of R4. Similar problem ആണ് നമ്മൾ ആദ്യം ചെയ്തത്. This is V1. This is 10K. This is R4. This is 5K. Second 10K. And this is V2. And this is V0. Okay. This was the question. And you have to find out the value of R4 to get the output in such a way that V2 divided by 3 minus 2V1. So you have to get the output like V2 divided by 3 minus 2V1. Then what will be the value of R4? Okay. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്താണ് ചെയ്തത്? കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തത് ഏറ്റവും ലാസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്തത് ഇതേ ടൈപ്പുള്ള ആ പ്രോബ്ലത്തിൽ ചെയ്തത് വി പ്ലസും വി മൈനസും സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്തായിരിക്കണം എന്നായിരുന്നു കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചോദിച്ചത്. സിമിലർ ടൈപ്പ് ഒരു പ്രോബ്ലം ആണ് ഇത്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഈ പ്രോബ്ലത്തിനകത്ത് എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്? വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് വോൾട്ടേജ്? സോ ദ വി ഔട്ട് ഷുഡ് ബി എന്തായിരിക്കും? വി ഔട്ട് ലെറ്റ് ഇത് 0 ആക്കി V1 0 ആക്കി വയ്ക്കുമ്പം എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് നോക്കുക. പ്ലസ് V2 0 ആക്കുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് നോക്കുക. അത് രണ്ടിൻ്റെ സമ്മായിരിക്കും വി ഔട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇനീഷ്യലി V1 ഗ്രൗണ്ട് ആക്കി വയ്ക്കുക, അപ്പോഴുള്ള V0 എടുക്കുക, അപ്പോൾ V0 ഇൻ ടേംസ് ഓഫ് V2 കിട്ടും. ദെൻ V2 0 ആക്കി വയ്ക്കുക, സോ V0 ഇൻ ടേംസ് ഓഫ് V1 കിട്ടും. അത് രണ്ടിൻ്റെ ആകത്തുകയായിരിക്കും V0 എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഇനീഷ്യലി ഞാൻ V2 0 ആക്കി വയ്ക്കുകയാണെന്ന് വിചാരിക്കും. V2 0 ആക്കി വയ്ക്കുമ്പോൾ എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? മൈനസ് RF/R1 ഡിവൈഡഡ് RF/R1 ഇൻറ്റു V1 ആണ് എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ മൈനസ് RF/R1 ദാറ്റ് ഈസ് 10K divided by 5K into V1 is my when V2 is 0. When V2 is 0 concept plus any V1 is 0. V1 0 ആകുമ്പോൾ when V1 is 0 ആകുമ്പോൾ എന്താണ് ഇവിടെ വരുന്ന വോൾട്ടേജിനെയാണ് 1 plus RF/R1 ആക്കുന്നത്. ഇവിടെ വരുന്ന വോൾട്ടേജ് എന്താണ്? ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V2 into 10K divided by R4 plus 10K ആണ് ഇവിടെ വരുന്ന വോൾട്ടേജ് into the gain. into gain എന്ന് പറയുന്നത് ഇത് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഗെയിൻ എന്ന് പറയുന്നത് 1 plus RF/R1 ആണ്. സോ 1 plus 10K divided by 5. Okay. Hope we clear this one. Okay. Clear ആയെന്ന് വിചാരിക്കുകയാണ്. ദിസ് വാല്യൂ ഈ വാല്യൂ V2 divided by 3 minus 2V1 ആയിരിക്കണം എന്നാണ് പറയുന്നത്. This value should be V2 divided by 3 minus 2V1 ആയിരിക്കണം എന്നാണ് പറയുന്നത്. So I just solved this one. V0 is equal to minus 2V1 plus this 10K divided by R4 plus 10K
5 plus 10, that is 15k divided by 5k. Okay, that should be equal to V2 divided by 3 minus 2V1. ഇതായിരിക്കണം എന്നാണ് പറയുന്നത്. സോ 2V1 ഇവിടെയുണ്ട്. സോ V2ൻ്റെ കൂടെയുള്ള ടേം എന്ന് പറയുന്നത് 1/3 ആണ് അല്ലേ. സോ ദിസ് 10k divided by R4 plus 10k into 15k divided by 5k, that is 3k, not 3k, 3 should be 1/3. Okay, hope you clear this one. So what will be the 10k divided by, so the 10k divided by R4 plus 10k is equal to 1/9. So from that is R4 value will be given as 1080. Okay, hope you clear this idea. അപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ ചെയ്തത്. ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ find the value of R4 such that V0 is equal to V2 divided by 3 minus 2V1. So V2 ഗ്രൗണ്ട് ചെയ്ത് വയ്ക്കുക, V1 കിട്ടുമ്പോൾ നമുക്കൊരു V0 കിട്ടും. ആ V0 പ്ലസ് V1 ഗ്രൗണ്ട് ചെയ്ത് വയ്ക്കുമ്പം V0 ഇൻ ടേംസ് ഓഫ് V2 കിട്ടും. അതിൻ്റെ രണ്ടിൻ്റെയും ആ V0 രണ്ടിൻ്റെയും സം എന്ന് പറയുന്നതാണ് ആകെയുള്ള V0 എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്രം ദാറ്റ് യു വിൽ ഗെറ്റ് ദാറ്റ് വാല്യൂ. ഓക്കെ, യു വിൽ ഗെറ്റ് this value R4 as 80k from this problem. അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലം ഒക്കെ നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നു ഇല്ലയോ എന്നുള്ളത്. ആൻസർ എവിടെയെങ്കിലും സ്ട്രക്ക് ആവുന്നുണ്ട്, എവിടെയെങ്കിലും ചെയ്യുമ്പോൾ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുക. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു സിമിലർ പ്രോബ്ലംസ് നിങ്ങൾക്ക് തരാം, നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. Gain is equal to minus 12, then find R. That's the question. Here gain തന്നിട്ടുണ്ട് -12 ആണെന്ന്. You have to find out the value of R. Rന്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. So minus plus so this is V0, this is 10k, this is also 10k, this is also 10k, and this is my V in. And this is my resistance R. You have to find out the value of R to get a gain of -12. -12 gain കിട്ടാൻ വേണ്ടിയിട്ട് you have to find out the value of R. Okay, നിങ്ങൾ ഇതൊരു അസൈൻമെന്റ് ആയിട്ട് ചെയ്താൽ മതി. സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ആണിത്. ഓക്കെ, ഇതിൻ്റെ ആറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1k ആണ്. നിങ്ങൾക്ക് ആറിൻ്റെ വാല്യൂ 1k കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. Then there is another problem. Fine.
plus 1 volt. (2k) (2k) 1k another 2k plus 2 volt (0) another 2k. You have to find out the output value. Find VC. Okay. ഇതും പ്രോബ്ലം രണ്ട് ഓപ്പറേഷൻ ആംപ്ലിഫയർ ഒക്കെ ഉണ്ടെങ്കിലും 1 by 1 ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you will get the answer. Okay. So let this output is taken as V01. This will be taken as VA. This will be taken as VB. Here VA is 1 volt, VB is plus 2 volt. You have to find V01 and VA കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you will get the output voltage V0. Okay. Initially നിങ്ങൾ VA KCL അപ്ലൈ ചെയ്താൽ മതി. So പ്രോബ്ലം ഞാൻ സെലക്ട് ചെയ്യാം. So in this apply KCL at VA. VA apply ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? VA minus 0 divided by 2k plus VA minus V01 divided by 2k plus VA minus VB divided by 1k is equal to 0. So VA divided by 2k plus VA minus V01 divided by 2k plus VA minus 2 voltage divided by 1k is equal to 0. VB is equal to 2 voltage. VB is equal to 2 voltage. VA is equal to plus 1 voltage and VB is equal to 2 voltage. That is 2 voltage. Okay. So from that 1 by 2k, which is 1 by 2k plus 1 by 2k plus 1 by 1k plus minus 2 by 1k equal to V0 1 by 2. Okay. From that you will get V01 as so in effect the output voltage V01 is 0 voltage. So from this 0 voltage. Then apply KCL at node B. This node will apply the VB minus VA divided by 1k, VB minus V01 divided by 2k, VB minus V0 divided by 2k is equal to 0. So once we apply KCL at VB, you will get VB minus VB divided by 1k plus VB minus V01 divided by 2k plus VB minus V0 divided by 2k equal to 0. Where VB is 2 volt, VA is 1 volt.
from that 2 minus 1 divided by 1k plus 2 minus 0 divided by 2k plus 2 minus v0 divided by 2k is equal to 0. Okay, so from that this is 2 by 1k, 2 by 2k, so 2, 4, 5, so v0 divided by 2k, so you can take 2k as common, so from that v0 is equal to 2 minus 1 1 into 2 6, get v0 6 volt. Okay, so this types of problem നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ KCL അപ്ലൈ ചെയ്താൽ മതിയാവും. ഓക്കെ, hope you clear this one. Then there is another problem. Previous year ചോദിച്ചൊരു പ്രോബ്ലം ആണ്. Find IL, that means the load current കണ്ടുപിടിക്കാനാണ് പറയുന്നത്. You have to find out the load current IL. Here this input is applied to this R1. Here it is also the value R1. Here this is R2, R2, and this is RL. You have to find out the current through this IL in terms of VS. VS in the term ഈ കറണ്ട് കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്. Okay, I will give options. Minus Vs divided by R2 RL, Vs R2 divided by R2 plus RL, and C minus Vs divided by R2 minus Vs into R1 R2 plus RL. These are the options. You have to find out the current IL. So all the terms are in the form of VS. VS in the table ആണ് എല്ലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ IL ഇൻ ടേംസ് ഓഫ് VSന്റെ ഫോമിലേക്ക് ആക്കണം. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. I mean, this problem ഞാൻ just ചെയ്യാം. This is let this point is VA, this point is VB, and this is the output voltage V0. If we apply KCL at this node VB, what we will get? VB minus VS divided by R1 plus VB minus V0 divided by R1 is equal to 0 എന്ന് കിട്ടും അല്ലേ? So
ഇത് ഗേറ്റിന് ചോദിച്ചൊരു പ്രോബ്ലമാണ്. സോ what will be if we apply KCL at VB apply ചെയ്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you will get VB minus VS divided by R1 plus VB minus V0 divided by R1 equal to 0, isn't it? We apply VB minus VS divided by R1 plus VB minus V0 divided by R1 equal to 0 എന്ന് കിട്ടും. Okay. So from that you will get VS is equal to 2VB minus V0. Okay. This is my equation 1. VS is equal to 2VB minus V0. Also, you have to find out this apply the KCL at this node. So you will get VA in terms of VS. Okay, how you will get VA in terms of VA minus V0 divided by R2 plus VA minus 0 divided by RL plus VA minus V0 divided by R2 is equal to 0. And we know that VA is VB. From putting this VA as VB, you will get VA in terms of VS. Okay. So we up KCL at VA, you will get VA divided by R2. Simply KCL apply the dV divided by RL plus VA minus V0 divided by R2 is equal to 0. Okay. From that you will get 0 is equal to V0 is equal to 2VA plus IL R2. Okay. Where VA by RL is equal to IL. Okay. So consider this is equation 2. So this is equation 2. And VA is equal to IL into RL. So IL is equal to VA by RL. Okay. So V0 is equal to, from that VA is equal to IL RL. So from that V0 IL can be taken outside. VA യുടെ സ്ഥാനത്ത് IL RL ന് കൊടുത്താൽ മതി. So 2 IL RL എന്ന് കിട്ടും. So IL, if IL is taken as common, 2 RL. So you get V0 is IL into 2 IL into R2. Okay. So this is equation 3. And if we put equation 3 in equation 1, this and apply, we will get VS 2VB minus V0 എന്നുള്ളത് V0 ഇത് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. So what will be the value? So VS is equal to 2 RL minus V0, that is 2 RL plus R. From that VS is equal to, will get us minus IL R. IL is
minus Vs. Simply step by step ആയിട്ട് നിങ്ങൾ KCL അപ്ലൈ ചെയ്ത് കഴിയുമെങ്കിൽ you will get the answer equal to that output current IL is equal to minus Vs by R2. Okay. So നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ആദ്യം VBയിൽ കൊടുത്തു കഴിയുമ്പം V0 in terms of Vs VAയിൽ കൊടുത്തു കഴിയുമ്പം you will get V0 നിങ്ങൾക്ക് കിട്ടും. V and VB will be equal. So V and VB കൊടുത്താൽ മതി. And also VA is equal to IL into RL കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you will get IL in terms of Vs. Okay. So ഇതുപോലെ ഏത് പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 1 by 1 ആയിട്ട് സ്റ്റെപ്പ് ചെയ്താൽ മതി. ഇതുപോലത്തെ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് പോലെയും അല്ലെങ്കിൽ എക്സാമിനൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രോബ്ലംസ് തരാം. നിങ്ങൾ തന്നെ 1 by 1 ആയിട്ട് ചെയ്ത് നോക്കുക. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്ത് തന്നെ നോക്കണം. നിങ്ങൾ ജസ്റ്റ് ഞാൻ വായിച്ച് നോക്കി നോട്ട് ജസ്റ്റ് മറിച്ച് നോക്കാതെ നിങ്ങൾ ജസ്റ്റ് എഴുതി നോക്കണം നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. പലപ്പോഴും നിങ്ങൾക്ക് അത് എഴുതുമ്പോൾ ആൻസറിലേക്ക് അവസാനത്തെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മറിച്ച് നോക്കരുത്, നിങ്ങൾ ജസ്റ്റ് എഴുതി തന്നെ നോക്കുക. സംടൈംസ് ഈ മൈനസ് സൈനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കില്ല. നിങ്ങൾ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കുറച്ച് അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു, അതും കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടാത്തത് ഉറപ്പായിട്ടും നിങ്ങൾ എന്നോട് ചോദിക്കണം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കണം. ഓക്കെ, ഫൈൻ, താങ്ക് യു.